ലോകകപ്പ് ഇങ്ങനെ പാതി വഴി പിന്നിടുമ്പോൾ ജോലി നഷ്ടപ്പെടുന്ന പരിശീലകരുടെ എണ്ണവും നീളുകയാണ്. ഇതിനകം തന്നെ 6 പേർക്കാണ് പരിശീലക കുപ്പായം അഴിച്ചുവെക്കേണ്ടി വന്നത്. വിശ്വ പോരാട്ടവേദിയിൽ വീണുപോയവരിൽ കളിക്കാർ മാത്രമല്ല, അവരെ കളി പഠിപ്പിച്ച പരിശീലകരുമുണ്ട്. ടുണീഷ്യൻ പരിശീലകൻ സബ്രി ലമോഷിയാണ് ഈ ലോകകപ്പിനിടെ പണിപോയ ആദ്യത്തെ പരിശീലകൻ. അതും ആദ്യ മത്സരത്തിന് തൊട്ടു പിന്നാലെ. ടുണീഷ്യ സ്വീഡനോട് 5-1 പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ലമോഷിയെ ഒരു ദയയുമില്ലാതെ പുറത്താക്കി ഫെഡറേഷൻ. പരിശീലക കുപ്പായത്തിൽ ലമോഷിയുടെ പ്രകടനവും മോശമായിരുന്നു. 5 മത്സരങ്ങളിൽ 3ലും തോറ്റു, ഒരെണ്ണത്തിൽ സമനില, ജയിക്കാനായത് 1 മാത്രം. ലമോഷിക്ക് പകരം പരിശീലകനെ കൊണ്ടുവന്നിട്ടും പച്ച തൊട്ടില്ല ടുണീഷ്യ. ശേഷിച്ച് 2 കളിയും കൂടി തോറ്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. സ്ഥാനചലനമുണ്ടായതിൽ പ്രമുഖൻ നെതർലൻഡ്സിന്റെ ഇതിഹാസ താരവും പരിശീലകനുമായ റൊണാൾഡ് കൂമാനാണ്. റൗണ്ട് ഓഫ് 32-ൽ മൊറോക്കോയ്ക്കെതിരായ തോൽവിക്ക് പിന്നാലെ കൂമാനെതിരെ രൂക്ഷ വിമർശനവുമായി ഡച്ച് മാധ്യമങ്ങൾ. ഇതിന് പിന്നാലെയായിരുന്നു കൂമാൻ കോച്ചിന്റെ കുപ്പായമൂരിയത്. സമൂഹമാധ്യമത്തിലെ വൈകാരിക കുറിപ്പോടെയായിരുന്നു രാജ്യപ്രഖ്യാപനം. ലോകകപ്പ് സ്വപ്നവുമായി വന്ന ടീമിന്റെ പരാജയത്തിൽ തന്നെക്കാൾ ദുഃഖിതരായി ആരുമില്ലെന്നും പരിശീലകനെന്ന നിലയിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം തനിക്കെന്നും കൂമാൻ കുറിക്കുന്നു. 2018 മുതൽ 2020 വരെ ഓറഞ്ച് പടയുടെ പരിശീലകനായിരുന്ന കൂമാൻ വീണ്ടും ടീമിലെത്തിയത് 2023-ൽ. ഇതിഹാസ പരിശീലകൻ മാർസലോ ബിയേൽസയും പണി മതിയാക്കിയവരുടെ കൂട്ടത്തിലുണ്ട്. യുറുഗ്വേയുടെ ഞെട്ടിക്കുന്ന ഗ്രൂപ്പ് റൗണ്ട് എക്സിറ്റിന് പിന്നാലെയാണ് രാജി. ബിയേൽസയും ടീമംഗങ്ങളും തമ്മിൽ ഒട്ടും രസത്തിലായിരുന്നില്ല. ബിയേൽസയുടെ പരിശീലന രീതിക്കെതിരെ പല താരങ്ങളും രംഗത്ത് വന്നിരുന്നു. മോഡേൺ ഫുട്ബോളിലെ ഇതിഹാസമെങ്കിലും വിശ്വവേദിയിൽ ബിയേൽസ വീണ്ടും നിരാശപ്പെടുത്തുകയായിരുന്നു. 2002-ൽ അർജന്റീനയ്ക്കും 2010-ൽ ചിലെയ്ക്കും പിന്നാലെ ബിയേൽസ പരിശീലിപ്പിച്ച മറ്റൊരു ടീമും കൂടി ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്താവുകയായിരുന്നു. മിറോസ്ലാവ് കോബാക് ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ 4ാം സ്ഥാനത്തോടെയാണ് ഈ ചെക്ക് റിപ്പബ്ലിക് പരിശീലകന് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ഈ ലോകകപ്പിലെ ഞെട്ടിക്കുന്ന പുറത്താകലായിരുന്നു ദക്ഷിണ കൊറിയയുടേത്. 3-ൽ 2 കളിയും തോറ്റ് ഏഷ്യയുടെ പ്രതീക്ഷകളിലൊന്നായ ദക്ഷിണ കൊറിയ വീണപ്പോൾ മനംനൊന്ത് പരിശീലകൻ ഹോങ് മ്യോങ് ബോ രാജിവെച്ചു. 4 ലോകകപ്പുകളിൽ ദക്ഷിണ കൊറിയൻ കുപ്പായമണിഞ്ഞ മ്യോങ് ബോയുടെ പരിശീലക റെക്കോർഡും മികച്ചതായിരുന്നു. എന്നാൽ ലോകവേദിയിൽ കാലിടറി, കസേരയും തെറിച്ചു. 28 വർഷത്തിനു ശേഷം സ്കോട്ട്ലൻഡിന് ലോകകപ്പിന് യോഗ്യത നേടിക്കൊടുത്ത പരിശീലകനാണ് സ്റ്റീവ് ക്ലാർക്ക്. 4 വർഷത്തെ കരാറിലെത്തിയ സ്റ്റീവിന് ഗ്രൂപ്പ് ഘട്ടത്തിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ രാജി പ്രഖ്യാപിക്കേണ്ടി വന്നു. ലോകകപ്പ് തീരുമ്പോഴേക്കും എത്ര പേർ കൂടി ലിസ്റ്റിലേക്ക് വരുമെന്ന് കണ്ടറിയാം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.